ഒന്നും നമുക്ക് പാടില്ല, ഒരു ബന്ധവും പാടില്ല. ജിന്നുകളോടുള്ള ഒരു നിലക്കുള്ള സഹായം ആവശ്യപ്പെടാനും ഇസ്ലാം നമുക്ക് അനുവാദം തരുന്നില്ല, ഒരു നിലക്ക് ഉപയോഗപ്പെടുത്താനും അനുവാദം തരുന്നില്ല. ജിന്നുകളുമായി യാതൊരു ബന്ധവും നമുക്കില്ല. കാരണം അതെല്ലാം നമ്മെ ഇന്നല്ലെങ്കിൽ നാളെ ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കും. അതുകൊണ്ട് അങ്ങനത്തെ വഴിയേ നമുക്കില്ല, ആ മാർഗമേ നമുക്കില്ല. അവിടെയാണ് ഈ ഉദാഹരണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടത്. അല്ല ഹദീസിൽ അങ്ങോട്ട് കൊണ്ടുപോയതല്ല. എല്ലാത്തിലേക്കും വെച്ച ഒരു തത്വം ഹദീസിലേക്കും വെച്ചു, അതെല്ലാ സ്ഥലത്തേക്കും വെച്ചു എന്നല്ലാതെ ഹദീസിൽ നിന്ന് തത്വം ഉണ്ടാക്കുകയോ ആ തത്വപ്രകാരം പിന്നെ പുഴക്കടവിലേക്ക് എത്തിക്കുകയോ ആ തത്വപ്രകാരം പിന്നെ ചൂണ്ടലിടാൻ പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ അതിനകത്ത് സൂചിപ്പിച്ച പോലെ ക്ലിപ്പിട്ട് പല മനുഷ്യന്മാരും വ്യാഖ്യാനിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായി വന്ന തെറ്റിദ്ധാരണകളാണ്. സക്കസലാലും ജിന്നുസൂത്തും ചൂണ്ടലിടാൻ പോയ വിഷയത്തില് അദ്ദേഹം ലാസ്റ്റ് പറയണത് ഇത് ഷിർക്കാണെങ്കിൽ ഷിർക്കാവണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇത് പരസ്പരം ബന്ധപ്പെടുത്തലല്ലേ ആണ്. ഞാനും പറഞ്ഞത് എത്ര പറഞ്ഞാലും അല്ല, അതാണ് പറഞ്ഞത്. ഇത് ഷിർക്കാണെങ്കിൽ അതും ഷിർക്ക്. എന്തുകൊണ്ട്? ഇതിലും അതിലും ഒരു തത്വമാണ്. ഇതിലും അതിലും പ്രയോഗിക്കേണ്ടത് ഒരേ തത്വമാണ്. ഇബാദത്തിൽ പ്രയോഗിച്ച തത്വം എന്തോ ആ തത്വം തന്നെയാണ് ചൂണ്ടലിലും പ്രയോഗിച്ചത്, ആ തത്വം തന്നെയാണ് പുഴക്കടലിലും പ്രയോഗിച്ചത്. ആ തത്വം ഉണ്ടായതോ ഇബാദത്തിൽ നിന്നല്ല. അവിടെ പ്രശ്നം. ഇബാദത്തിൽ നിന്നല്ല തത്വം ഉണ്ടായത്. തത്വം ബേസിക്കലി ഉള്ളതാണ്. ആദം നബി മുതൽ സ്വീകരിക്കപ്പെട്ടു പോകുന്നതാണ്, ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന തത്വമാണ്. ആ തത്വം ഇബാദത്തിലേക്ക് വെച്ചു, ആ തത്വം ചൂണ്ടലിലേക്ക് വെച്ചു, ആ തത്വം പുഴക്കടലിലേക്ക് വെച്ചു, ആ തത്വം രാത്രിയുടെ ഇരുളിൽ നടന്നു നീങ്ങുന്ന ആളെ കുറിച്ച് പരാമർശിച്ചപ്പോൾ ജബ്ബാർ അലി അവിടെയും വെച്ചു. തത്വം ഒന്നാണ്, എല്ലാത്തിലേക്കും വെച്ചത് ഒരേ തത്വം. ഈ ഹദീസിന് ഇങ്ങോട്ട് എടുത്തതല്ല, മറ്റേതിലേക്ക് വെച്ചത് അങ്ങോട്ടും വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഹദീസ് തത്വം ഉണ്ടാക്കിയിട്ടില്ല, ഹദീസ് വെച്ച് ഇത് ന്യായീകരിച്ചിട്ടില്ല. രണ്ടിനും പൊതു സ്വഭാവമുണ്ട്, രണ്ടിനും പൊതു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഒരേ സ്വഭാവത്തിൽ രണ്ട് കാര്യം വരുമ്പോൾ ഒന്ന് ശിർക്ക് ഒന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞുകൂടല്ലോ. അപ്പൊ അത് ശിർക്കല്ലെങ്കിൽ ഇതും ശിർക്കല്ല, ഇത് ശിർക്കല്ലെങ്കിലോ അതും ശിർക്കല്ല. എന്തുകൊണ്ട്? രണ്ടും സമാന സ്വഭാവമാണ്, രണ്ടും സമാന സ്വഭാവമാണ്. ഒരേ സ്വഭാവത്തിൽ വന്ന രണ്ടു കാര്യങ്ങളിൽ ഒന്ന് ശിർക്ക് മറ്റ് തൗഹീദ് എന്നുണ്ടാവുമല്ലോ. ശിർക്കാണെങ്കിൽ രണ്ടും ശിർക്ക്, ശിർക്കല്ലെങ്കിൽ രണ്ടും ശിർക്കല്ല. അതാണ് സ്വലാഹി പറഞ്ഞത്. ഇത് ശിർക്കാണെങ്കിൽ അതും ശിർക്കാവും, ഇത് ശിർക്കല്ലെങ്കിലോ അതും ശിർക്കല്ല. ക്ലിയറാണ്, ഒരു കുഴപ്പമില്ല.